ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് പൊതുവെ ആഴമുള്ള ചിന്തയും ധാർമ്മികതയും ഒക്കെ കൂടുതൽ ഉള്ളവരാണ്. അതുകൊണ്ട് ഇവർക്ക് ഓവർ തിങ്കിങ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ ജൂലൈയിൽ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ആയതും കൊണ്ട് തന്നെ തളർച്ചയും ഉണ്ടാവും. ഈ ഓവർ തിങ്കിങ് എപ്പോഴും തളർച്ചയായിരിക്കില്ല. കാരണം ഈ ഓവർ തിങ്കിങ് കാരണം തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾ ഒന്നും ചെയ്യാണ്ടിരുന്നുണ്ടാവും. ആ ഒന്നും ചെയ്യാണ്ടിരുന്നത് നിങ്ങൾക്ക് ഗുണം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് അപ്പോൾ ഗുണം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നല്ല, ഭാവിയിലായിരിക്കും നിങ്ങൾക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ട് അന്ന് അത് ചെയ്യാതിരുന്നത് നന്നായി എന്ന് നിങ്ങൾ പിന്നീട് പറഞ്ഞിട്ടുണ്ടാവും. ജൂലൈ 1 മുതൽ 7 വരെ നിങ്ങൾക്ക് വർക്ക് ലോഡ് കൂടുതലായിരിക്കും. മുകളിൽ നിന്ന് പ്രഷർ വരാനും സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ പക്കയായിട്ട് മാനേജ് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ പൊതുവെ അങ്ങോട്ട് റിയാക്ട് ചെയ്യില്ല, അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യവുമില്ല. അപ്പം അതുപോലെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നോ അതന്നെ കൂളായിട്ട് ചെയ്തു പോവുക. ജൂലൈ 8 മുതൽ 15 വരെ നിങ്ങൾക്ക് വേണ്ട പ്രമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ഹെഡ് സ്ഥാനത്തേക്ക് നിങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കഴിവ് വേണമെങ്കിൽ അവിടെ തെളിയിക്കാം, അവിടെ വലിയ നിർബന്ധമില്ല. അതുപോലെ ജൂൺ 16 മുതൽ ഒരു 24 വരെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗോസിപ്പ്, ഓഫീസ് പൊളിറ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ വരും. അതുകൊണ്ട് സൈലൻ്റ് ആയിട്ട് ഇരിക്കുക, അത് കണ്ടില്ല എന്ന് തന്നെ നടിക്കുക. അത് തിരുത്താൻ പോവാൻ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. കാരണം നിങ്ങളുടെ ഭാഗത്താ ശരി എന്നുള്ളത് നിങ്ങളുടെ ബോസ് ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കും. അവിടെ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ ഉയരും. അതുകൊണ്ട് കാമായിട്ടിരിക്കുക, റിയാക്ട് ചെയ്യാതെ ഇരിക്കുക. ജൂലൈ 3 മുതൽ 9 വരെയുള്ള കാലങ്ങളിൽ നിങ്ങൾക്ക് പൈസ ഓവർ എക്സ്പെൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ചിലവാക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങി ചിലവാക്കാതിരിക്കുക. ഒരു ജൂലൈ 10 മുതൽ 16 വരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് വരാനും സാധ്യത വളരെ കുറവാണ്. ഈ സമയങ്ങളിലൊന്നും നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പരിപാടിക്കും ചെയ്യരുത്. ആ കയ്യിലുള്ള കാശ് അങ്ങനെ തന്നെ വെക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. ജൂലൈ 17 മുതൽ 23 തീയതി വരെ വീട്ടിൽ ഇഷ്യൂസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ഐറ്റംസ് എല്ലാം കേടുവരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ജൂലൈ 24 മുതൽ 31 വരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും. എന്ന് വെച്ചിട്ട് ഓവർ ടൈം ചെയ്യണം എന്നല്ല, ഉള്ള ടൈം കുറച്ച് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക. നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ ശരിയാക്കാൻ നിങ്ങൾ നിൽക്കരുത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കരുത്. അവരെ കുറ്റം പറയാനും നിൽക്കരുത്. അവരെന്താ പറയുന്നത് വെച്ചാൽ അത് സമ്മതിച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഫാമിലിയിലൊക്കെ ആണെങ്കിൽ സോഫ്റ്റായിട്ട് സംസാരിക്കുക. അപ്പോൾ കുറച്ച് ഇമോഷണൽ ബോണ്ടിങ് നന്നായിട്ട് കൂടും. നിങ്ങൾ സോഫ്റ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാവും. ആ ബന്ധം കുറച്ച് വിള്ളൽ വരും. ജൂലൈ ആദ്യ വാരത്ത് സ്ട്രെസ്സായിട്ട് എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് അസിഡിറ്റി ഒക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈ അവസാനമാകുമ്പോൾ മുട്ടുവേദനയും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല സ്ലീപ്പ് ഇഷ്യൂ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് പരമാവധി ഓവർ തിങ്ക് ചെയ്യാണ്ട് നിങ്ങൾ രാത്രി മധുരം ഒഴിവാക്കിയിട്ട് ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉറങ്ങുന്നതും നല്ലതായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഡിപ്രഷൻ എന്തെങ്കിലും വരികയാണ്, സ്ട്രെസ്സ് വരികയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എഴുതിയ മെസ്സേജോ സംസാരിച്ച ഫോൺ കോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കേൾക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ജൂലൈ മാസം നിങ്ങൾക്ക് പൊതുവെ കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ള ഒരു മാസമാണ്. ആരെന്ത് സംസാരിച്ചാലും നിങ്ങളതിൽ ചികഞ്ഞ് പരിശോധിക്കാൻ എന്തായാലും നിൽക്കും. അത് നല്ലതുമാണ്. ഞാൻ ആസ്ട്രോളജി പറയുന്നത് സൈക്കോളജിയിൽ ഞാൻ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണെന്ന രീതിയിലുള്ള ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത്. ഞാൻ പറയുന്നതും വേറെ പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് പറയുന്നതിലും അത്യാവശ്യം നല്ലൊരു വ്യത്യാസം കാണാവുന്നതാണ്. സൈക്കോളജിയിൽ കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട്, ആസ്ട്രോളജിയിൽ എല്ലാ നക്ഷത്രത്തിലും കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട്. ഈ ക്യാരക്ടറിലും നവഗ്രഹങ്ങളുടെ സ്ഥാനം എല്ലാം നിർണ്ണയിച്ചിട്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത്.